ഇന്ന് നമ്മൾ BC-PGT 202 MAT 203 ഇതിലുള്ള മൊഡ്യൂൾ 2 കോമ്പിനറ്റോറിക്സ് എന്ന ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ പെർമ്യൂട്ടേഷൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പെർമ്യൂട്ടേഷൻസ് എന്താണ്, അതിലെ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, അതാണ് ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കയ്യിൽ ഒരു n ഒബ്ജക്ട്സ് ഉണ്ടാവും, n ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് നമ്മുടെ കയ്യിലുണ്ടാവും. അതിൽ നിന്നും 6 ഒബ്ജക്ട്സിനെ നമ്മൾ എടുത്ത് അറേഞ്ച് ചെയ്യുന്നതിനാണ് പെർമ്യൂട്ടേഷൻസ് എന്ന് വിളിക്കുക. n ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് നമ്മുടെ കയ്യിലുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ 6 ഒബ്ജക്ട്സിനെ എടുത്തിട്ട് അറേഞ്ച് ചെയ്യും. ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെർമ്യൂട്ടേഷൻസിലെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, find the number of words of 3 distinct letters formed from the letters of the word JNTU. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, JNTU എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. ആ വേർഡിൽ നിന്നും 3 ഡിസ്റ്റിങ്ക്റ്റ് ലെറ്റേഴ്സ് അടങ്ങുന്ന വേർഡ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ഇതിൽ എത്ര തന്നിരിക്കുന്ന വേർഡിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കാം. അതാണ് നമ്മുടെ n എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ n തന്നിരിക്കുന്നത് JNTU എന്ന വേർഡാണ്. അതിൽ നമുക്ക് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 4 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ n is equal to 4 ആണ്. n ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് നമുക്കിവിടെ 4 ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ് ആണ്. അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 3 ഡിസ്റ്റിങ്ക്റ്റ് ലെറ്റേഴ്സ് വരുന്ന വേർഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. 6 ഒബ്ജക്ട്സ് ആണ് നമുക്കിതിൽ ആവശ്യം വേണ്ടത്. എന്നിൽ നിന്നും നമ്മൾ എത്ര എടുക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മളോട് 3 പറഞ്ഞിരിക്കുന്നത്. അപ്പം r is equal to 3. ഇനി നമ്മൾ നോക്കേണ്ടത് റെപ്പറ്റീഷൻ അലൗഡ് ആണോ ഇല്ലയോ എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കാം. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 3 ഡിസ്റ്റിങ്ക്റ്റ് ലെറ്റേഴ്സ്. ഇപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് റെപ്പറ്റീഷൻ ഒരിക്കലും അലൗഡ് ആവില്ല. അത് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം, ഡിഫറെൻ്റ് ആയിരിക്കണം. സോ ഇവിടെ റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ്. റെപ്പറ്റീഷൻ നോട്ട് അലൗഡ്. ഓക്കെ, n is equal to 4, r is equal to 3, repetition is not allowed. Number of ways arranging n things taken r at a time is equal to NPR, which is equal to, here n is 4, p 3, and NPR is equal to n factorial divided by n minus r factorial, which is equal to, here n is 4, so 4 factorial divided by 4 minus 3 factorial, which is equal to 24. That is, 4 factorial is 1 into 2 into 3 into 4, and 4 minus 3 is 1, and 1 factorial is 1. So 1 into 2 into 3 into 4 will be 24. So here we got the answer. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത്, ഫൈൻഡ് ദ നമ്പർ ഓഫ് വേർഡ്സ് ഓഫ് 3 ലെറ്റേഴ്സ് ഫോംഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് JNTU. കൺഫ്യൂഷൻ ആവണ്ട, ഒന്നും കൂടി വായിക്കാം. Find the number of words of 3 letters formed from the letters of the word JNTU. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത് തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്, ഇപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത് തന്നെയല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ ഡിഫറൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ നമ്മൾ പറഞ്ഞത് ഡിസ്റ്റിങ്ക്റ്റ് ലെറ്റേഴ്സ് ആണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേർഡ്സ് ഓഫ് 3 ഡിസ്റ്റിങ്ക്റ്റ് ലെറ്റേഴ്സ് എന്നാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് വേർഡ്സ് ഓഫ് 3 ലെറ്റേഴ്സ് ഫോംഡ് ഫ്രം ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് എന്നാണ്. ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ റെപ്പറ്റീഷൻ അലൗഡ് ആണ്. അവിടെ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റെപ്പറ്റീഷൻ അലൗഡ് അല്ല എന്ന് പറയാം. ഇവിടെ
എന്താ ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ മീനിങ് എന്താ? അപ്പൊ നമുക്ക് റെപ്പറ്റീഷൻ അലൗഡ് ആണ്, അതായത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ലെറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ സിമിലർലി ആദ്യം നമ്മൾ n ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെ n is equal to JNTU 4 തന്നെയാണ്. അതിൽ നിന്ന് എത്ര ലെറ്റേഴ്സിന്റെ വേർഡാണ് ഫോം ചെയ്യേണ്ടത്? 3 ലെറ്റേഴ്സിന്റെ ആണ്. അപ്പൊ R is equal to 3 തന്നെയാണ്. ഇനി നമുക്ക് എന്താണ്? റെപ്പറ്റീഷൻ അലൗഡ് ആണ്. ഇവിടെ നമുക്ക് റെപ്പറ്റീഷൻ അലൗഡ് ആണ്. റെപ്പറ്റീഷൻ അലൗഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഫോർമുല ഉണ്ട്. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഫൈൻഡിങ് permutations of n objects taken r at a time with repetition is n raised to r. n ഒബ്ജക്ട്സിൽ നിന്നും r ഒബ്ജക്ട്സിനെ എടുത്തിട്ട് അറേഞ്ച് ചെയ്യുന്നതിൽ അതിൽ റെപ്പറ്റീഷൻ അലൗഡ് ആവുന്ന കേസിൽ നമ്മുടെ ഫോർമുല എന്താ? n raised to r എന്ന് പറയുന്നതാണ് നമ്മുടെ ഫോർമുല. അപ്പം നമുക്കിവിടെ എന്ത് എഴുതാം? n എന്ന് പറയുന്നത് എന്താ? ഇവിടെ 4, r എന്താണ്? 3. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? 4 raised to 3, that is 4 into 4 into 4, 64 is our answer. So നമ്മൾ 2 ക്വസ്റ്റ്യൻസ് കണ്ടു. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെയാ കണ്ടത്? JNTU എന്ന് പറയുന്ന ഒരു വേർഡ്, ആ വേർഡ് അതിൽ നിന്നും 3 ലെറ്റേഴ്സ് എടുത്തിട്ട് റെപ്പറ്റീഷൻ ഇല്ലാതെ എത്ര വേർഡ്സ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കിയത് അതേ വേർഡിൽ നിന്ന് തന്നെ 3 ലെറ്റേഴ്സ് എടുത്തിട്ട് വിത്ത് റെപ്പറ്റീഷൻ എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ കണ്ടത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ശരി.